ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ സിങ്ക് എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കണം. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണിത്. കല്ലുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സിങ്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. സിങ്കിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സോപ്പ് അല്ലെങ്കിൽ ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് പൊടി ഇട്ട് കൊടുത്താലും മതി. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ച് ഉരതി കൊടുക്കാം. അപ്പോൾ തന്നെ ഇതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് പോയി സിങ്കൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. നമ്മളെ വീട്ടിൽ എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കേണ്ട ഒരു സംഗതിയാണ് ടോയ്ലറ്റും ബാത്റൂമൊക്കെ. സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും ടോയ്ലറ്റിനും ബാത്റൂമിലൊക്കെ. അപ്പോൾ അതിന് ഒരു ലിക്വിഡ് ഉണ്ടാക്കാം. ഇത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാത്റൂമും അതുപോലെ ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് അല്ലെങ്കിൽ കുറച്ച് സോപ്പ് പൊടി ഇതിലിട്ട് കൊടുക്കാം. അധികം ഒന്നും ഇട്ട് കൊടുക്കണ്ട. പിന്നെ ഇതിലേക്ക് 3-4 ഡ്രോപ്സ് ഉജാലയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനും ബാത്റൂം ക്ലീൻ ചെയ്യാനും അതുപോലെ നമ്മുടെ ബേസിൻ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റിയൊരു സൊല്യൂഷൻ തന്നെയാണ്. ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ലിക്വിഡ് കുറച്ച് ഈ കപ്പിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതിലേക്ക് ഗ്യാസ് അടുപ്പിൻ്റെ ഒരു പാർട്ടും അതുപോലെ സ്റ്റീലിൻ്റെ ഇതുപോലത്തെ പാത്രങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പാത്രങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇതൊരു തിളക്കമൊക്കെ വരും. ഇതിൻ്റെ അഴുക്കൊക്കെ പോവും. ഇതുകൊണ്ട് നമുക്ക് നമ്മളെ കറ പിടിച്ചിട്ടുള്ള ബാത്റൂമിൻ്റെ ടൈൽസും അതുപോലെ ടോയ്ലറ്റും ഒക്കെ വൃത്തിയാക്കാം. ബേസിലും ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ടൈൽസ് വരുതാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഈ ലിക്വിഡിലൊന്ന് മുക്കിയെടുത്തിട്ട് ഈ ടൈൽസ് നന്നായിട്ടൊന്ന് വരുതിയെടുക്കാം. നന്നായിട്ട് ഈ ടൈൽസൊക്കെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് വരുതിയെടുക്കുന്നുണ്ട്. ബ്രഷ് അല്ലെങ്കിൽ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഈ ലിക്വിഡിൽ മുക്കി ഒന്ന് വെറുതെ എടുത്താലും മതി. നമ്മുടെ ടൈൽസിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള കറൊക്കെ നന്നായിട്ട് ഇളകി വരും. ഇത് വെള്ളത്തിൻ്റെ കറ ആവുന്നതാണ്. അപ്പോൾ ഇത് ഒരു സ്ക്രബ്ബർ വെച്ച് വെറുതെ എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളകി വരും. അപ്പോൾ ടോയ്ലറ്റിൽ ഇത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊരു ബ്രഷ് വെച്ച് വെറുതെ കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ കറ പിടിച്ചിട്ടുള്ള ഈ മഞ്ഞക്കറയും അതുപോലെ നീറ്റല്ലാത്ത എല്ലാ ഭാഗവും ഇതുകൊണ്ട് ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി. അപ്പോൾ ബ്രഷ് വെച്ച് എല്ലാ ഭാഗവും ഒന്ന് വരുത്തി കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് കഴുകുന്ന ബ്രഷ് വെച്ച് ഇതിൻ്റെ ഉൾഭാഗത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു ഹാർപ്പിക്കിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ബാത്റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാത്റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് നിലത്തും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ച് വരുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിലത്തുള്ള അഴുക്കും കറയും എല്ലാം ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. ബാത്റൂമിൻ്റെ വാതിൽ ഇതുകൊണ്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് നമുക്ക് ബേസിനും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊരു സ്ക്രബ്ബർ വെച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ ആവശ്യമില്ല ബേസിനൊന്ന് ക്ലീൻ ആക്കാൻ. അപ്പോൾ ഈ ഒരു ലിക്വിഡ് കൊണ്ട് 3 സാധനങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ ഈ ലിക്വിഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണം. ബേസിനൊക്കെ നന്നായി ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൊല്യൂഷനിൽ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിന്ന് ഈ പാത്രങ്ങളും അതുപോലെ ഗ്യാസിൻ്റെ ഈ പാർട്ടും എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി ഒന്ന് തിളക്കമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന്